ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്ഡേറ്റഡ് സിലബസിൽ വരുന്ന പൊല്യൂഷൻ, കെമിസ്ട്രിയിൽ വരുന്ന പൊല്യൂഷൻ എന്ന ടോപ്പിക്കിൽ വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിലബസിൽ നമുക്ക് ആദ്യം വരുന്നത് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം സാധാരണ നമുക്ക് ഡൊമസ്റ്റിക് സീവേജ് ഉണ്ടാവാറുണ്ട്. അതായത് വീടുകളിൽ നിന്ന്, ഇൻഡസ്ട്രീസിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ സീവേജ് എന്ന് വിളിക്കുന്നത്. ഇൻഡസ്ട്രീസിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സാധാരണ സീവേജ് കൂട്ടല്ല, ഇവിടെ ഇൻഡസ്ട്രീസിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റ് വാട്ടറിൽ കുറച്ച് കെമിക്കൽ കണ്ടൻറ്റ്, സോൾട്ട് കണ്ടൻറ്റ് ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഈ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൽ നടക്കുന്നത്. അപ്പോൾ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ടെക്നിക്കൽ ടേംസ് നമുക്കൊന്ന് നോക്കാം. Effluent treatment plant is a process designed for treating the industrial wastewater for its reuse or safe disposal to the environment. ഇനി ഇവിടെ നമ്മൾ വരെ യൂസ് ചെയ്യുന്ന ചില ടെക്നിക്കൽ ടേംസ് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ആദ്യത്തേതാണ് ഇൻഫ്ലുവൻറ്റ്. ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് കടത്തി വിടുന്ന അൺട്രീറ്റഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഇൻഫ്ലുവൻറ്റ്. ഇനി എഫ്ലുവൻറ്റ് എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ഒന്നുകിൽ നമ്മൾ വാട്ടർ ബോഡീസിലേക്കോ അല്ലെങ്കിൽ ലാൻഡിലേക്കോ റിലീസ് ചെയ്യുന്ന വെള്ളം, അല്ലെങ്കിൽ നമ്മൾ റീയൂസ് ചെയ്യാനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തോട്ട് വിടുന്ന വെള്ളത്തിനെയാണ് നമ്മൾ എഫ്ലുവൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിനിടയ്ക്ക് കുറച്ച് സോളിഡ് വേസ്റ്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ. ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് സ്ലഡ്ജ്. അപ്പോൾ 3 ടേംസ് നമ്മൾ പറഞ്ഞു. ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻറ്റ് എന്ന് വിളിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന വെള്ളത്തിനെയാണ് എഫ്ലുവൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിനുള്ളിൽ നമുക്ക് വരുന്ന വേസ്റ്റ് മാറ്ററിനെയാണ്, വേസ്റ്റ് കണ്ടന്റിനെയാണ്, സോളിഡ് വേസ്റ്റ് കണ്ടന്റിനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ട്രീറ്റ്മെൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഏതൊരു എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലും നമുക്ക് ജനറലി നമ്മൾ പറയുമ്പോൾ നമുക്ക് 4 ട്രീറ്റ്മെൻറ്റ് ലെവൽസ് ആണ് വരുന്നത്. ആദ്യത്തേതാണ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നീട് നമുക്ക് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ട്രീറ്റ്മെൻറ്റ് ലെവൽസ് വരുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ 4 ട്രീറ്റ്മെൻറ്റ് ലെവൽസിൽ നമുക്ക് 3 മെക്കാനിസംസ് ആണ് വരുന്നത്. ഫിസിക്കൽ മെക്കാനിസംസ് ഉണ്ട്, അതായത് ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ്സും വരുന്നുണ്ട്, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോ ഓർഗാനിസംസ്, യൂഷ്വലി ബാക്ടീരിയ യൂസ് ചെയ്ത് നമ്മൾ വാട്ടറിനെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 ട്രീറ്റ്മെൻറ്റ് ലെവൽസും ഉണ്ട്, 3 മെക്കാനിസംസ് ഓഫ് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പം പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലാർജ് സൈസുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുകയാണ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ സ്ക്രീൻസ് പോലുള്ള ഡിവൈസസിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് സ്ക്രീൻസ്. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പ പോലുള്ള മെഷ് ടൈപ്പിലുള്ള മെറ്റൽ പാർട്സ് ആണ് ഈ സ്ക്രീൻസ്. അപ്പം ഇതിൽ കൂടെ നമ്മൾ ഈ വേസ്റ്റ് വാട്ടറിനെ കടത്തി വിടുമ്പോൾ ലാർജ് പാർട്ടിക്കിൾസ്, അതായത് ഇപ്പം പെബിൾസ് അല്ലെങ്കിൽ ഇപ്പം ക്ലോത്തിൻ്റെ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ ക്ലോത്ത്, ഫാബ്രിക്, അതേപോലെ ഇപ്പം മെറ്റൽസിൻ്റെ എന്തെങ്കിലും പാർട്സ് ഉണ്ടെങ്കിൽ, അപ്പം ഇങ്ങനത്തെ വലിയ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സ്ക്രീൻസിൽ തടഞ്ഞു നിന്നിട്ട് ക്ലിയർ വാട്ടറിനെ മാത്രമായിരിക്കും പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ലാർജ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത്.
അടുത്തതാണ് പ്രൈമറി ട്രീറ്റ്മെന്റ്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമ്മൾ സെഡിമെന്റേഷൻ പോലുള്ള പ്രോസസ്സുകളാണ് നടത്തുന്നത്. അപ്പം നമ്മൾ വാട്ടറിനെ ഒരു വലിയ ടാങ്കിനുള്ളിൽ കെട്ടി നിർത്തുന്നു, എന്നിട്ട് ഒന്നെങ്കിൽ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത സെഡിമെന്റേഷൻ പ്രോസസ്സ് നടക്കാറുണ്ട്, അല്ലെങ്കിൽ കോയാഗുലൻസ് പോലുള്ള ചില കെമിക്കൽസ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ സോളിഡ് വേസ്റ്റ് സസ്പെൻഡഡ് ആയിട്ടുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ നോക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൈമറി ട്രീറ്റ്മെന്റിൽ വരുന്നത്. പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഫ്ലോട്ടിംഗ് ആൻഡ് സെറ്റിലബിൾ മെറ്റീരിയൽസ് സച്ച് ആസ് സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യും. ഇപ്പോൾ ഫിസിക്കൽ മെത്തേഡിലാണ് നമ്മൾ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തി അതിൽ നിന്ന് കുറേ വെയിറ്റ് കൂടിയ പാർട്ടിക്കിൾസ് എല്ലാം താഴേക്ക് സെറ്റിലാവും. മുകളിൽ തെളിഞ്ഞ് വരുന്ന വെള്ളത്തിനെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നു അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെന്റിലേക്ക്. കെമിക്കൽ മെത്തേഡ്സിലാണ് നമ്മൾ ഈ കെമിക്കൽസ് ആഡ് ചെയ്യും. കോയാഗുലൻസ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇപ്പം ആലം, കോപ്രാസ് അങ്ങനത്തെ ചില കെമിക്കൽസ് ഉണ്ട്. ഇത് നമ്മൾ ഈ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം ഒരുമിച്ച് ഫ്ലോക്കുലേറ്റ് ചെയ്യും, ഫ്ലോക്സ് ഫോം ചെയ്യും. അപ്പോൾ ഇത് ഫ്ലോക്സ് ഫോം ചെയ്യുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടുകയും അത് പിന്നീട് താഴേക്ക് സെറ്റിൽ ആവുകയും ചെയ്യുന്നു. എന്നിട്ട് മുകളിൽ തെളിഞ്ഞ വെള്ളത്തിന് നമ്മൾ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് ഒഴുക്കി വിടുന്നു. അപ്പോൾ ഇതാണ് ഈ കെമിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. The chemical processes use the addition of chemicals to the wastewater to bring about changes in its quality. അപ്പോൾ നമ്മൾ സെറ്റിൽമെന്റ് മാത്രമല്ല, ഇപ്പോൾ ഇതേപോലെ pH ബാലൻസ് ചെയ്യാൻ, അത് pH ബാലൻസ് ചെയ്യാൻ, അതുപോലെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ, ഓക്സിഡേഷൻ ചെയ്യാനായിട്ട്, ഓക്സിഡേഷൻ ചെയ്ത് കുറേയൊക്കെ മാറ്ററിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പ്രോസസ്സ് എല്ലാം നമുക്ക് ഈ പ്രൈമറി ട്രീറ്റ്മെന്റ് ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്കൊരു സെഡിമെന്റേഷൻ ടാങ്ക് കാണാം. അപ്പോൾ ഈ ടാങ്കിനുള്ളിൽ കോയാഗുലൻസ് കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യും വാട്ടറിനെ ചെറിയ സ്പീഡിൽ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ കെമിക്കൽസും നമ്മുടെ സസ്പെൻഡഡ് ആയിട്ടുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസും തമ്മിൽ റിയാക്ട് ചെയ്യുകയും ഈ വേസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഒരുമിച്ച് ഫ്ലോക്സ് ഫോം ചെയ്യുന്നു. ഫ്ലോക്സ് ഫോം ചെയ്യുക എന്നതാണ് ഈ മാറ്റർ എല്ലാം ഒരുമിച്ച് വന്ന് കുറച്ചുകൂടെ ലാർജർ പാർട്ടിക്കിൾസ് ആയിട്ട് ഫോം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ ഫ്ലോക്സ് ഫോം ചെയ്യും, അത് പിന്നീട് താഴേക്ക് വെയിറ്റ് കൂടി താഴേക്ക് സെറ്റിൽ ആവുകയും ചെയ്യുന്നു. അപ്പം ഇതാണ് ഈ കോയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ എന്ന പ്രോസസ്സുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ അടുത്ത ട്രീറ്റ്മെന്റ് ലെവലാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ലെവൽ. അപ്പം നമ്മൾ ആദ്യം പ്രിലിമിനറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഉള്ള വെള്ളത്തിനെ സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് കടത്തിവിടും. സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ബയോളജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഏരിയോബിക് അല്ലെങ്കിൽ അനേറോബിക് ബാക്ടീരിയ യൂസ് ചെയ്ത് നമ്മൾ ഓർഗാനിക് മാറ്ററിനെയും ഒക്കെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് നോക്കുന്നു. Biological unit processes are used to remove or reduce the concentration of organic and inorganic compounds. അപ്പോൾ ഇത് ഏരിയോബിക് പ്രോസസ് ആകാം അല്ലെങ്കിൽ അനേറോബിക് പ്രോസസ് ആകാം. അപ്പോൾ ഏരിയോബിക് പ്രോസസ് ആണെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിൽ ഈ ഓക്സിഡേഷൻ അതേപോലത്തെ ഡീകമ്പോസിഷൻ പ്രോസസ്സ് നടത്തുന്ന ബാക്ടീരിയയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അനേറോബിക് പ്രോസസ് ആണെങ്കിൽ ഓക്സിജന്റെ ആബ്സെൻസിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് പ്രൊസീഡ് ചെയ്യുന്നത്. ഏരിയോബിക് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വേസ്റ്റ് വാട്ടറിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതായത് നമ്മൾ ട്രീറ്റ് ചെയ്ത വാട്ടറിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്ന കുറച്ച് പ്രോഡക്ട്സ് ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് ബയോമാസ്. ഇനി അനേരോബിക് പ്രോസസ്സ് കഴിയുമ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മീഥേനും ബയോമാസും ഒബ്റ്റെയിൻ ചെയ്യും. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.